ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 77ന്റെ റിവ്യൂ ആണ്. വലിയ കാര്യമായിട്ട് എടുത്ത് പറയത്തക്ക സംഭവവികാസങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചില്ല. പാവം ലാലേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ ഇന്നത്തെ എപ്പിസോഡ് തീർത്ത് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി. ലക്ഷ്മിയുടെ എവിക്ഷൻ ആയിരുന്നു പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത്. പക്ഷെ അത് വലിയ പ്രാധാന്യമൊന്നും അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയ ആകാംക്ഷയൊന്നും ഇല്ലല്ലോ. ഈ 2 ദിവസം മുന്നേ തന്നെ അറിയാം ആരാണ് എവിക്റ്റായി പോകുന്നതെന്നുള്ളത്. എങ്ങനെയാണോ ആ ഒരു വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നത്, എന്തൊക്കെയാണെങ്കിലും അതൊരു ബോറൻ പരിപാടിയാണ്. ഈ എവിക്ഷനാണ് ചില ആഴ്ചകളിൽ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നത്. അത് വെള്ളിയാഴ്ച തന്നെ ആ ഒരു ആകാംക്ഷ പോകുമ്പോഴത്തേക്ക് പിന്നെ വീക്കെൻഡ് എപ്പിസോഡ്, ഞായറാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ആളുകൾ അധികം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എപ്പിസോഡ് അല്ലാതായി മാറുന്നുണ്ട്. ശനിയാഴ്ച ആയിരിക്കുമല്ലോ പ്രധാനപ്പെട്ട റോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ആഴ്ച റോസ്റ്റ് ചെയ്യേണ്ട കുറേയധികം സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ റോസ്റ്റ് ചെയ്താലും അത് മൊത്തത്തിൽ മെനകേടാവുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത് റോസ്റ്റ് ചെയ്യാതെ ഇരുന്നത് ഇതിൻ്റെ മേക്കേഴ്സ് എടുത്ത നല്ലൊരു തീരുമാനമാണ്. ആരെ റോസ്റ്റ് ചെയ്യാനായിട്ടാണ്? അനുമോൾ അക്ബർ ഇഷ്യൂ ഉണ്ട്, നെവിൻ അനുമോൾ അമ്മുമ്മ അപ്പൂപ്പൻ വിളി ഇഷ്യൂ ഉണ്ട്. ഇവിടെയൊക്കെ വീണ്ടും അനുമോളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിന് ആ ഒരു സീരിയസ്നെസ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള PR അറ്റാക്കുകൾ പുറമേ നിന്നുണ്ടാവും. അതേപോലെ തന്നെ അത് മൊത്തത്തിൽ മെനകേടാണ്. അത് ചെയ്യാതിരുന്നത് നന്നായി. പിന്നെ ഈ ടിക്കറ്റ് ടു ഫിനാലയുടെ കാര്യം ബിഗ് ബോസ് പറഞ്ഞ സമയത്ത്, ലാലേട്ടൻ പറഞ്ഞ സമയത്താണ് ഞാൻ ആലോചിച്ചത്, പുറത്തൊരു ക്യാമ്പയിൻ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്, അത് ഈ തവണയും തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഒരു മുടക്കം ഇല്ലാണ്ട് ഈ തവണയും ആ ഒരു പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ റിവ്യൂ അല്ലെങ്കിൽ ബിഗ് ബോസ് വീഡിയോസ് അതിലെ കാരണവന്മാരുടെയൊക്കെ പേജിൽ നമുക്കൊരു 75-ാം ദിനമൊക്കെ ആകുമ്പോഴത്തേക്ക് 50-ാം ദിനമൊക്കെ കഴിയുമ്പോൾ തന്നെ കണ്ടുവരുന്ന ഒരു പ്രത്യേക പരിപാടിയുണ്ട്. ഇന്നയാൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസും ലാലേട്ടന് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇന്നയാളുടെ വകയിലെ അമ്മായിയുടെ അപ്പുറത്തെ വീട്ടിൽ പാല് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇയാളെ, അതുകൊണ്ട് കപ്പ് ഇയാൾക്ക് കൊടുക്കും. അപ്പോൾ ഇന്നയാൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള സീസണാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ അങ്ങോട്ട് ആരംഭിക്കും. ഇനിയെങ്കിലും ഈ PR കൊടുക്കുന്ന പുതുതായിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് അവരോട് കൃത്യമായിട്ട് പറയുക, ഇങ്ങനെയുള്ള ക്യാമ്പയിൻ ഒന്ന് മാറ്റി പിടിക്കുക. ഇത് എത്ര സീസണായി? കഴിഞ്ഞ തവണ 50-ാമത്തെ എപ്പിസോഡ് തൊട്ട് ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് എന്തോ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിരുന്നു. എന്നിട്ട് ജാസ്മിൻ അർഹിക്കുന്ന അംഗീകാരം ആ ഒരു സീസണിൽ കിട്ടിയോ? ഇല്ല. വെറുതെ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ നാട്ടുകാരെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ വേണ്ടിയുള്ള വെറുതെ ഉള്ളൊരു പരിപാടി. എന്തൊരു ക്രൂരതയാണ്! ഇങ്ങനെയൊക്കെ പൈസ വാങ്ങിച്ചിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ അത് മോശമല്ലേ? ആ ഒരു പരിപാടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ സീസണിലും ആ ഒരു രീതിയിൽ ഇവർ പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനും കപ്പ് കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന ആൾക്കൊരു കപ്പ് എന്നുള്ള സീസണിലാണ് വേറെ ഏതോ രീതിയിൽ കാണേണ്ട രീതിയിൽ കണ്ടു. പിന്നെ ഈ 1 കോടി രൂപ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ PR ശരിക്കും ആരെയാണ് യൂസ് ചെയ്യുന്നത്? സാധാരണക്കാരിൽ സാധാരണക്കാർ എന്ന് പറയാൻ പറ്റുന്ന അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള കുറേയധികം ആളുകൾ, ഈ പൈസയുടെ കോടിയുടെ സീറോസിൽ കണ്ണ് മഞ്ഞളിക്കുന്ന സാധാരണക്കാരിൽപ്പെട്ട ആളുകളെയാണ് ഇവർ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശരിക്കും 1 കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാന ലോട്ടറികളിലെ എല്ലാ ആഴ്ചകളിലും കൊടുക്കുന്ന സാധാരണ ഒരു സമ്മാനമാണ്. നമ്മുടെ ഒരു ഫെസ്റ്റിവൽ ലോട്ടറി വരുന്ന സമയത്ത് 12 കോടിയൊക്കെയാണ് അതിൻ്റെ പ്രൈസ്. ശരിക്കും 1 കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിസ്സാരമായിട്ടുള്ളൊരു തുകയാണ്. ഈ 1 കോടി രൂപ ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് കോടികൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ഏരിയയിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി, അല്ലെങ്കിൽ ലാലേട്ടൻ്റെയൊക്കെ പ്രതിഫലം എന്താണ്? അവർ ഈ 1 കോടി രൂപ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഷോ മേക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ലെങ്കിൽ പിന്നെ ഇവർക്കങ്ങ് 1 കോടി രൂപ എടുത്തിട്ട് അവരെ സഹായിച്ചാൽ പോരാ, അത്ര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. അങ്ങനെ കൊടുക്കാനായിട്ട് സാഹചര്യമുള്ള ഒരു കോർപ്പറേറ്റ് നടത്തുന്ന ഒരു ഷോയിൽ ഇമാതിരി വിഡിതരൊക്കെ എഴുന്നള്ളിച്ച് PR ചെയ്യുന്നവന്മാരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കരുത്. കണ്ടസ്റ്റൻസ് പൈസ കൊടുക്കരുത്. നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ ഉണ്ടാക്കുന്ന പൈസ ഇവന്മാർക്ക് കൊടുക്കരുത്. നല്ല പുതിയ നമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറ. എന്തൊരു കഷ്ടം പരിപാടിയാണ്. പിന്നെ അക്ബറിനൊരു കപ്പ് എന്നുള്ളതാണല്ലോ ഈ സീസണിലെ മെയിൻ പരിപാടി. അക്ബറിനൊരു കപ്പ്. അക്ബർ എങ്ങനെയൊക്കെ നോക്കിയാലും കപ്പടിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു മൂഡ് സീസണാണ്. ശരിക്കും ലക്ഷ്മിക്കും പറ്റിയൊരു മൂഡിലുള്ള സീസൺ ആയിരുന്നില്ല. എന്തൊക്കെ ആരൊക്കെ ഗെയിം കളിക്കാനായിട്ട് ശ്രമിച്ചാലും ഈ ഒരു സീസൺ ഒരു ഇമോഷണൽ ലൈനിൽ പോകുന്നൊരു സീസണാണ്. അനീഷിൻ്റെയൊക്കെ ഡ്രാമ കണ്ടില്ലേ? ഡ്രാമ എനിക്ക് നല്ല ക്രിഞ്ചടിച്ചു. ജയിലിൽ അനീഷിൻ്റെ പേര് അനാവരണം ചെയ്ത സമയത്ത് അവിടെ പോയി നെടുവീർപ്പെടുന്നു. അനീഷിൻ്റെ സംസാരം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് റിപ്പീറ്റഡ് സംസാരമാണ് എന്നുള്ളത് എവിഡൻ്റ് ആണ്. എല്ലാ ആളുകൾക്കും അത് ആ ഒരു രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ലാലേട്ടൻ പോലും ഈ ക്യാപ്റ്റൻസിയുടെ കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് അനീഷ് എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് എന്ന് അറിയാമെന്നുള്ള മൂഡിലാണ്. കാരണം എല്ലാ ദിവസവും ഒരു അഭിപ്രായങ്ങൾ, ചില ദിവസങ്ങളിൽ അഭിപ്രായങ്ങൾ മാറും. എനിക്കൊരു ക്യാപ്റ്റൻസ് ഇഷ്ടപ്പെട്ടില്ല, ആരിൻ്റെ ഓക്കെ ആയിരുന്നു, വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല. ഇന്ന് ഷാനവാസിൻ്റെ ഇതങ്ങടെ ഓക്കെയാണ് എന്നുള്ള രീതിയിലേക്ക്. എന്നാൽ സാബുമോൻ്റെ ഇഷ്ടമില്ല. എന്തൊക്കെ തരം നമ്പറുകളാണ് ഇതൊക്കെ! എങ്ങനെ ആളുകൾ ആസ്വദിക്കുന്നു ഈ ഒരു ഗെയിമൊക്കെ? എങ്ങനെ ആസ്വദിക്കുന്നു? ഇപ്പോൾ സാബുമോൻ്റെ ക്യാപ്റ്റൻസിലെ ഏറ്റവും വലിയ ചലഞ്ച് അനീഷായിരുന്നു. ഹൗസിലെ കുറേയധികം ആളുകളുടെ ഏറ്റവും വലിയ ചലഞ്ച് അനീഷ് ആവുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.
ഒരു ഗെയിമിൽ അങ്ങനെ ബാക്കിയുള്ള ആളുകൾ വെറുപ്പിക്കുന്നതും ഇയാൾ കാരണം ബാക്കിയുള്ള ആളുകൾ പണ്ടാരോടങ്ങി ഓടണമൊക്കെ കാണാൻ രസമുണ്ട്. പക്ഷെ അത് പ്രേക്ഷകരെയും കൂടെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് ആവരുത്. പ്രേക്ഷകരെ കൂടെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് ആവുന്ന സമയത്താണ് ബോറടിക്കുന്നത്. ഇപ്പോൾ ഈ ലക്ഷ്മി ശരിക്കും ഒരു പക്ക ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷെ പ്രശ്നം എന്നാണ്, പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു വരാണ്ട് പറ്റുന്നില്ല. നമുക്ക് ഈ ഡയറക്റ്റ് വെറുപ്പിൻ്റെ സ്ട്രാറ്റജി വർക്കാവില്ല. അല്ലെങ്കിൽ മറ്റേ PR ചെയ്യുന്നത് പോലെ സ്വഭാവ ദൂഷ്യം ആരോപിക്കുക, ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് പറയുക, സദാചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുക. അപ്പോൾ വെറുപ്പൊക്കെ വരും. ഡയറക്റ്റ് വെറുതെ പോയി രണ്ടാളുകൾക്കെതിരെ അവരിന്നതാണ് അതുകൊണ്ട് വെറുപ്പെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ലക്ഷ്മി അഭിഷേകിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസിൽ വല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതാണ്. അഭിഷേക് വെറുതെ ബീം ബാക്ക് സ്റ്റാർ ആയിട്ടിരുന്ന് ഫൈനലിൽ വന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ ഒരു നമ്പർ പിടിക്കാൻ നോക്കി, പക്ഷേ വീട്ടിൽ പോയി കാവലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയണമല്ലോ. നെവിന് ടിക്കറ്റ് ടു ഫിനാലയുടെ ഒരു ഫസ്റ്റ് പോയിൻ്റ് ലഭിച്ചിട്ടുണ്ട്. അത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു ഗെയിം കളിച്ചു. അനീഷ് മാത്രമാണ് കുറച്ച് ഉഡായിപ്പ് ആദ്യം കാണിച്ചത്. ഉഡായിപ്പുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഇഷ്ടമുള്ള സംഗതിയായിരിക്കും. ബാക്കിയുള്ള ആളുകളൊക്കെ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെവിൻ അങ്ങനെ ഒരു പോയിന്റ് കിട്ടുകയാണ്. നെവിന് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിക്കഴിഞ്ഞാൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. നെവിൻ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഹൗസിൽ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. പിന്നെ സാബുമോനെ ഒന്നും ഞാൻ അധികം ആഴ്ചകളിലേക്ക് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. എനിക്ക് സാബുമോൻ്റെ ഒരു ഗെയിമൊന്നും അത്ര ഗെയിമില്ല. എന്തെങ്കിലും ഒരു പരിപാടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി കിട്ടിയതുകൊണ്ട് അത് കൊടുത്തതുകൊണ്ട് പുള്ളി എന്തെങ്കിലും ചെയ്തു. അത് കൊടുത്തില്ലായിരുന്നെന്നുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്തേനെ. ഏതായാലും സാബുമോൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ ഇന്നത്തെ ആദ്യത്തെ ചർച്ച ഉണ്ടായിരുന്നത്. യോഗ ആരംഭിച്ചു, ഭംഗിയായിട്ട് അത് ചെയ്തു. അതിൽ പല ആളുകൾക്കും നല്ല അഭിപ്രായമുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങണമെന്ന് ലാലേട്ടൻ പറഞ്ഞു, അത് തുടങ്ങി വെച്ചു. പക്ഷേ നടന്നില്ല. അനീഷിൻ്റെ ഒരു നിസ്സഹകരണം അതിൽ വലിയ പ്രശ്നമായിട്ട് വന്നു. അനീഷ് ബഹുമാനിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാര്യങ്ങൾ എന്നുള്ള ആരോപണം സാബുമോനുണ്ട്. നെവിന് സൂംബ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടും അത് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി. സൂര്യ നമസ്കാരം ലക്ഷ്മി പഠിപ്പിച്ചു കൊടുത്തത് നെവിൻ അവിടെ പ്രയോഗിച്ച് കാണിക്കുകയുണ്ടായി. അതൊരു കോമഡി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നെവിൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകളിലെ പ്രത്യേക ക്യൂട്ട്നസ് മെഡിക്കൽ ചേരുവയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ നല്ല വെറുപ്പിക്കൽ തന്നെയായിരുന്നു. ഷാനവാസ് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു, കുറേയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പിന്നെ സാബുമോൻ കുറച്ച് മാറിയിട്ടുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം ഉദ്ദേശിച്ചത്. അനീഷ് ആസ് യൂഷ്വൽ ക്യാപ്റ്റൻസി നന്നായിട്ട് തോന്നിയില്ല. ലാലേട്ടൻ വിചാരിച്ചു ഇനിയിപ്പോൾ നന്നായിട്ട് തോന്നിയെന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. ലാലേട്ടൻ്റെ ആ ഒരു ചിരിയില്ല, അനീഷിൻ്റെ ഒരു ഗെയിം എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പതിവ് പോലെ തന്നെ അനീഷിന് ചില ആരോപണങ്ങൾ ഉന്നയിക്കാനുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ അത് ക്യാപ്റ്റന് ഏതോ 1-2 ആളുകളോട്, ക്യാപ്റ്റന് ടീമുമായിട്ടൊരു ഏതെങ്കിലും ഒരു ഗ്യാങ് എന്നാണല്ലോ പറയുന്നത്, ഗ്യാങ്ങുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചിട്ടായിരുന്നു ഇന്നത്തെയും ആരോപണം. അക്ബർ, ആര്യൻ എന്നിവർ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തു സാബുമോൻ്റെ ക്യാപ്റ്റൻസിയിൽ എന്നുള്ളതായിരുന്നു ആരോപണം. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുവരെ ക്യാപ്റ്റൻസിയെ കുറിച്ച് നല്ലത് പറയാത്ത അനീഷ് ആര്യനെ നല്ലത് പറഞ്ഞത് ആര്യൻ അവിടെ ഓർമ്മിച്ചു. ഷാനവാസ് ഇപ്പോൾ നല്ലതാണ് എന്ന് നമ്മുടെ അനീഷ് അഭിപ്രായപ്പെടുന്നു. ലക്ഷ്മിക്ക് ടൈം മാനേജ്മെൻറ്റും സ്ട്രിക്ട്നെസ്സും കുറച്ചും കൂടെ റെഡിയാക്കി എടുക്കാമായിരുന്നു സാബുമോൻ്റെ ക്യാപ്റ്റൻസിയിൽ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിൽ അഭിപ്രായപ്പെടുന്നു നന്നായിട്ട് ചെയ്തു. ഇത്തിരി ഉഷാർ കുറവുണ്ട്. അനിമോൾക്ക് കുഴപ്പമില്ല കേൾക്കുമ്പോൾ തന്നെ ലാലേട്ടൻ അങ്ങോട്ട് ട്രിഗേർഡാവും. അനിമോൾക്ക് ഒന്നിലും വ്യക്തമായിട്ടുള്ള അഭിപ്രായമില്ല എന്നുള്ളത്, വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്നിലും വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ മറ്റേ പുതപ്പിനടിയിൽ എന്തെങ്കിലും കണ്ടോ എന്നുള്ള കാര്യത്തിലല്ലാതെ അനിമോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിലൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ ആ ഒരു വേദന ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ കാര്യമായിട്ട് ഒന്നിലും ഒരു സ്ട്രിക്റ്റ് അഭിപ്രായം പറയുന്നില്ല. വീക്കെൻഡ് എപ്പിസോഡിൽ അനു പോരാ, ബാക്കിയുള്ള ആളുകൾ നെവിനൊക്കെ അങ്ങോട്ട് അതിക്രമിച്ച് കയറുകയാണ്. അക്ബറിനും ആ ഒരു സ്ട്രിക്ട്നെസ് കുറവിനെ കുറിച്ചിട്ടുള്ള പരാതിയുണ്ട്. അനുമോൾക്ക് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ അനുവിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പരാതിയുണ്ട്. എന്നാൽ സാബുമോൻ മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, പല ആളുകളും മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്, അതിൻ്റെ ചില സെഡേഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസിഡറേഷൻ. സാബുമോൻ വീണ്ടും അനീഷാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നു. അനീഷിന് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. നൂറൊക്കെ സാബുമോൻ്റെ ക്യാപ്റ്റൻസിയിൽ നല്ല അഭിപ്രായമാണ്. യോഗ, ചർച്ച എന്നീ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു, അത് വലിയൊരു കാര്യമാണ്. ആര്യൻ, അക്ബർ, നെവിൻ എന്നിവർ മറ്റേ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കേണ്ട ആളുകളാണ്. അപ്പോൾ അവരുടെ പ്ലാനുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിക്കുന്നു. അപ്പോൾ ആര്യന് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ടുള്ള ഉദ്ദേശമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീം സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പരിപാടി 2 ദിവസത്തിൽ കൂടുതൽ
ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ടീം മൊത്തത്തിൽ മാറ്റും. അപ്പോൾ മൊത്തത്തിൽ ബഹളമായിരിക്കും. അക്ബറിനും നെവിനും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്ലാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട എന്നുള്ളൊരു മൈൻഡൊക്കെയാണ് നെവിനൊക്കെ. പിന്നീട് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നെവിൻ പറഞ്ഞ സമയത്ത് ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾ ആരാണ് എന്ന് ലാലേട്ടൻ ചോദിച്ചു. നെവിനെ തന്നെ പറയുന്നു. അപ്പോൾ അനു പറയുന്നു നെവിന് തന്നെയാണ് ഡിസിപ്ലിൻ ഇല്ലാത്തത്. അപ്പോൾ അവിടെ മറ്റേ അമ്മൂമ്മ വിളി, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ വിളി എന്നീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനല്ലേ അന്ന് പറഞ്ഞത്, ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ മറ്റേ വീട്ടുകാരെ വിളിക്കാതെ വേറെ ആരെങ്കിലുമൊക്കെ അപ്പൂപ്പനെ അമ്മൂമ്മ അങ്ങനെയൊക്കെ വിളിക്കുന്ന ലാലേട്ടൻ പറഞ്ഞായിട്ട് ശരിയാണ്. അങ്ങനെ കണ്ട് എന്തോ ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു. ആ ഒരു കമൻറ്റ് കൊണ്ടാണ് അനു ഇങ്ങനെയൊക്കെ വിളിച്ചത് എന്ന് നെവിൻ അവിടെ എടുത്തു പറയുന്നു. ഇപ്പോൾ ലാലേട്ടൻ പുതിയൊരു കമൻറ്റ് പറഞ്ഞു, അയൽവക്കക്കാരെയൊക്കെ വിളിക്കുക, ഇനിയിപ്പോൾ അവരിടപെടുമല്ലോ, ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല, ഇനിയിപ്പോൾ അയൽവക്കം കാര്യങ്ങളുടെ തെറി കേൾക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്നു. പിന്നീട് മാജിക് ജ്യൂസിൻ്റെ ആ ഒരു ഗെയിമിൻ്റെ ഒരു റിവ്യൂ ആയിരുന്നു. അത് നൈസായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ ആ ഒരു ഗെയിം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് അത് കണ്ടത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കണ്ടുപിടുത്തം നെവിൻ്റേതായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നെവിൻ അത്ര ക്ലിയർ ആയിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയായിരുന്നു. ആ ഒരു ഗെയിംസിൽ ഏറ്റവും നന്നായിട്ട് അത് പ്രഡിക്റ്റ് ചെയ്ത ആൾ നെവിനായിരുന്നു. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഉള്ള ഒരു സിറ്റുവേഷനും നെവിൻ്റേതായിരുന്നു. അനീഷിന് മൊത്തത്തിൽ നന്നായ ഒരു ഫീലായിരുന്നു. സെൽഫി എടുക്കാൻ വേണ്ടി ആളുകൾ വന്നതിൽ നിന്ന് ക്ലൂ കിട്ടി. അനുമോൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അനുമോൾക്ക് കിട്ടിയത് ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അനുമോൾ ഇങ്ങനെ നേരത്തെ കണ്ട ഷോയുടെ അടിസ്ഥാനത്തിൽ അനുമോൾക്ക് ഇന്നത് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടുമോ, അത് കിട്ടിയില്ല. അതിനുശേഷം സീക്രട്ട് ടാസ്കിനെ കുറിച്ചിട്ട് സംസാരിച്ചു. മറ്റേ ഗെയിമിനെ കുറിച്ച് കുറച്ചും കൂടെ സംസാരിക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. സീക്രട്ട് ടാസ്ക് ഷാനവാസിന് കൊടുത്തല്ലോ. ആ ചെങ്ങായിക്കൊരു സീക്രട്ട് ടാസ്ക് കൊടുത്ത് അയാൾ അതൊന്ന് ചെയ്ത് അയാളുടെ ഫാൻസിനെ ഒന്ന് തൃപ്തിപ്പെടുത്തിയ സാഹചര്യം കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കണ്ടു. മറ്റേ ടൈറ്റാനിക്കിനകത്ത് ജാക്ക് നിൽക്കുന്നത് പോലെ പുറകിലും മുന്നിലുമായിട്ട് പെങ്ങന്മാരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഏനായിരുന്നു ആറ്റിറ്റ്യൂഡ്, ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഒരു സംഭവം ചെയ്തതിൽ അഭിനന്ദിക്കുകയാണ് ഉദ്ദേശം, ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ആരിനോടും, അത് അക്ബറിനോടാണ് ഷാനവാസ് പങ്കുവച്ചത്. അക്ബർ അല്ലാതെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അക്ബറിനെ എന്തുകൊണ്ടോ ഷാനവാസിന് ഇഷ്ടമില്ല, അത് വേറെ ഒരു റിയാലിറ്റി. പക്ഷേ അക്ബർ ഷാനവാസിൻ്റെ ആ ഒരു സഹതാപത്തിൽ വീണു പോയൊരു കണ്ടസ്റ്റൻ്റാണ്. അക്ബർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അക്ബറിനെ എല്ലാ ആളുകളും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയ്യോ അക്ബർ നല്ലവനാണ്, മിടുക്കനാണ്, നല്ല ഗെയിമറാണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അക്ബർ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ, എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല, നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ. അക്ബർ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഇത് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം നമുക്ക് അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കേണ്ട വോട്ടായിട്ട് മാറുന്നുണ്ട്, അല്ലാതെ ഗെയിമിനല്ല. നെവിന് ആദില പുറത്തു പോകണം എന്നായിരുന്നു ആഗ്രഹം. എനിക്കും അതായിരുന്നു, അതിലൊന്ന് പുറത്ത് പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം അതില 100 ഗെയിം എന്ത് ബോറിങ്ങാണ്. ബാബി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വിളിച്ച് താരാട്ടും പാടി ഊണും ഉറക്കമൊക്കെ ഇങ്ങനെ അങ്ങ് പോവാണ്. അവർക്ക് ഭയങ്കര കംഫർട്ട് സ്പേസാണ്. കാരണം പുറത്ത് നാട്ടുകാരുടെ തീരം തെറിയും പരിപാടിയും ജോലിക്ക് പോക്ക് വൈകിട്ട് വന്ന് നാട്ടുകാരുടെ തെറി അതൊക്കെ കേൾക്കുന്നതിൽ നിന്ന് ഭയങ്കര ഒരു റിലീഫാണ് ശരിക്കും ബിഗ് ബോസ് ഹൗസ് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ പാർട്ട്നേഴ്സാണ്, അവർ രണ്ടുപേരും അവിടെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ പെയ്ഡാണ്, അതും ഒരു നല്ല കംഫർട്ടാണ്. ഇങ്ങനെ കംഫർട്ടില്ലാണ്ട് കണ്ടസ്റ്റൻസ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ സമാധാനമായിട്ട് ഇരിക്കുന്നതിൽ നമുക്ക് പരാതി ഉള്ളതുകൊണ്ടല്ല കേട്ടോ. ഈ ഒരു ഫോർമാറ്റിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഉഴപ്പ് ഈ കണ്ടസ്റ്റൻസിൽ നിന്നുണ്ടാവും. അപ്പോൾ അതിലൂടെ ഒരു ഉഴപ്പ് അങ്ങനെയാണ്, ഞാനിങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ, എനിക്കാരെയും പേടിയൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ അതിൽ എവിക്ഷനിൽ പുറത്തു പോകുന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വലിയ മണ്ടത്തരം ബിഗ് ബോസ് കാണിക്കാതിരുന്നാൽ മതി. പണപ്പെട്ടി ടാസ്ക് വല്ലതും ഉണ്ടെങ്കിൽ അതിന് മുന്നേ ഇവരിൽ ആരെങ്കിലുമൊക്കെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പ്രഡിക്റ്റബിളായി പോകും ഗെയിം. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ആകാംക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഇവരില്ലാതിരിക്കണം, അല്ലെങ്കിൽ ഇവരിൽ ഒരാൾ എടുക്കാം എന്നൊക്കെ പറയും. അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതിലേക്ക് എവിക്റ്റായി പോകുന്ന ഒരാളുടെ വിഷമം മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ടാസ്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് നന്നായിട്ട് കളിക്കുമെന്നുണ്ടെങ്കിൽ നല്ലത്. നൂറയ്ക്ക് ഷോക്കായി, പക്ഷേ നൂറയ്ക്ക് അത്ര വലിയ വിഷമമൊന്നും തോന്നിയില്ല. കാരണം അവർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, അവർക്കറിയാമല്ലോ അവരുടെ ഗെയിം എന്താണെന്നുള്ളത്. സാബുമോൻ ഒരു പ്രാങ്കായിട്ട് തോന്നി, കാരണം ആദിലയുടെ പേര് ഷാനവാസ് ഒരിക്കലും പറയില്ല എന്ന് സാബുമോൻ ഉറപ്പായിരുന്നു. പിന്നെ ഷാനവാസ് ശരിക്കും ഇതൊരു ടാസ്ക് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അക്ബറിനെ പറഞ്ഞേനെ എന്ന് സാബുമോൻ പറയുന്നുണ്ട്. പിന്നെ ജയിൽ നോമിനേഷനിൽ
5ാമത്തെ തവണയും വന്ന അനീഷിന് ഒരു പ്രത്യേക മെൻഷനിങ് ഉണ്ടായിരുന്നു. 9 വോട്ട് കിട്ടിയ അനുവും ഒരു റെക്കോർഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം ആ ഒരു പാവശാസ്ത്രം ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഒരു മെൻഷനിങ് ഉണ്ടായിരുന്നു. മറ്റേ ആ ഒരു ബസ് പരാമർശമൊക്കെ അക്ബർ ഹാർഡ്ലി കൊണ്ടുവന്നിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യം അക്ബർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിലാക്കുന്നില്ല. അത് നമുക്കിവിടെ ഇനി പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ഒരു 100,000 ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് കുളമായ ഒരു സീസണാണിത്. ഇനി വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ അക്ബർ കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ അത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളെ, ഇങ്ങനെയുള്ള ആരോപണ സ്വഭാവ വൈകല്യങ്ങളാണ്, അതിനെ വിട്ടുകളയുക, അക്ബർ ഗെയിമിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അക്ബറിനെ നേരിട്ട് കാണുകയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ ചുമ്മാ ഇരുന്ന് അലക്കി ഷാനവാസ് ഈ സംഭവം എടുത്തിട്ടുണ്ട്, അനുമോള് സ്ഥിരം എടുത്തിടാറുണ്ട്, അക്ബറിനെ കുറിച്ചിട്ട് തന്നെ എന്തോരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇനി അതിനൊരു സ്പേസ് ശരിക്കും ആ ഒരു ഫോർമാറ്റിലില്ല, എപ്പിസോഡുകളിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതനുസരിച്ചിട്ടുള്ള ഒരു ഗെയിം അക്ബർ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള സംസാരമൊന്നും സംസാരിച്ചില്ല. പിന്നെ ലക്ഷ്മി ഔട്ടായി പോയതുകൊണ്ട് ഇനിയിപ്പോൾ ലക്ഷ്മിയെ കുറിച്ചിട്ടൊന്നും പറയേണ്ടതൊന്നുമില്ലല്ലോ. ലക്ഷ്മിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മരുന്നിട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകളും, അനുവിൻ്റെ ടീമിലുള്ള ആളുകളൊക്കെ അതിനെതിരായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, അനുമോളുടെ മാട്രിമോണിയൽ സൈറ്റല്ല ഇത് തന്നെയാണ് നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നുള്ളൊരു വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുമോൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളൊരു ഗെയിം പ്ലാൻ ചെയ്ത് അവർക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി വന്നതുപോലെയൊക്കെ പലപ്പോഴും പെരുമാറാറുണ്ട്. ഈ കുക്കിങ് എനിക്ക് അറിയത്തില്ല എന്നിന്ന് ആദ്യമായിട്ട് അനുമോൾ പറയണത്. എനിക്ക് കുക്കിംഗ് അത്ര അറിയില്ല. പാല് തൈര്, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്തു സാധനമാണ്, പാല് തൈരായിപ്പോയി എന്നുള്ള ഒരു കമൻറ്റ് കൊണ്ട് എന്തോരം വലിയ അലമ്പ അവിടെ ഉണ്ടായി. അപ്പോൾ ലക്ഷ്മി പറയുന്നു അതൊക്കെ എനിക്ക് പോലും അറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പോലും അറിയാം. പിന്നെ ലക്ഷ്മി പറയുന്ന ആ ഒരു മാട്രിമോണിയൽ സൈറ്റിൻ്റെ ആ ഒരു കാര്യം, ഇങ്ങനെ സ്വയം ഒരു മിടുക്കിയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രകടനങ്ങൾ, അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊരു പ്രശ്നമാണ് അനുവിൻ്റെ ഗെയിമിൽ. പക്ഷേ അനു ഒന്നും ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അക്ബറിന് ഒരു കപ്പ് എന്ന് പറയുന്ന പരിപാടി ഒരു സൈഡിൽ കൂടെ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ടിപ്പിക്കൽ കുറേയധികം ഫാൻസ് അനുമോൾക്ക് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. വേറെ ആളുകൾ ഇങ്ങോട്ടേക്കോ മാറാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പുതിയ ഗെയിംസ് ഒന്നും വേറെ ആരും ആവിഷ്കരിച്ചിട്ടുമില്ല. ഇതിനുശേഷം അനീഷിൻ്റെ പേര് ജയിലിൽ ഇങ്ങനെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുകയാണ്. ആ ഒരു ഫലകത്തിൻ്റെ അനാച്ഛാദനം എന്നല്ലേ പറയുന്നത്, അത് അനീഷിനെ കൊണ്ട് നിർവഹിപ്പിച്ചു. അപ്പോൾ അനീഷിന് സുഖിക്കാത്തൊരു എക്സ്പ്രഷൻ മുഖത്തിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഒരുമാതിരി ഒറ്റപ്പെടുന്ന പരിപാടി കാര്യങ്ങളൊക്കെ, അയ്യോ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നെ ഇങ്ങനെ ജയിലിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ശുദ്ധവർപ്പിക്കലാണ്. അനീഷ് അല്ലാതെ വേറെ ഒരാൾ പോകാൻ എല്ലാ ആഴ്ചയും ജയിലിൽ അർഹതയല്ല ഞാൻ നോക്കിയിട്ട് ഈ സീസണിൽ. അത്ര വെറുപ്പിക്കലാണ് അനീഷ്. ഇതിനുശേഷം പ്രോട്ടീനായിട്ട് കൊടുത്ത പാലും അത് പിരിഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ആദില കേടായി, പിരിഞ്ഞു എന്നീ പദങ്ങൾ ഉപയോഗിക്കാതെ അനു ഈ തൈരായിപ്പോയി എന്ന കാര്യം പറഞ്ഞത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. അത് അനുമോളുടെ ഒരു ഗെയിമാണെന്നൊക്കെ അവർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുകയാണ്. അതേപോലെ തന്നെ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കിയ അക്ബറിനും അതേപോലെ തന്നെ ആരിനും ഒക്കെ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം നെവിൻ ഉണ്ടാക്കുന്നു, അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അനുവിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിലുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആദില, നൂറ് എന്നിവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. നെവിന് സവാള എടുത്തില്ല, എന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതൊക്കെയാണ്. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് നോ പറയുകയായിരുന്നെന്നുണ്ടെങ്കിൽ, സബുമോൻ അങ്ങനെ പറയുകയായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഷാനവാസ് ആയിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ. ഷാനവാസിനും അതിലൊന്നും മനുഷ്യന്മാരല്ലേ എന്നുള്ളൊരു നിലപാടൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ മനുഷ്യത്വത്തിൻ്റെ ചില പ്രതീകങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച സബുമോനും ഷാനവാസും കൂടെ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ഇതിനുശേഷം പാവ ഒളിപ്പിച്ച് വെച്ചു, ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പാവ ഒളിപ്പിച്ച് വെച്ചു. പാവശാസ്ത്രം ടാസ്കിൽ ഒരു പാവ ഒളിപ്പിച്ച് വെച്ചു. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ട് എന്നൊക്കെ അനുമോൾ പറയുന്നത് കേട്ടു. ഇതിനുശേഷം ടിക്കറ്റ് ടു ഫിനാലെ കുറിച്ചിട്ടുള്ള ഒരു ആമുഖം പറയുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ടാസ്ക് ഹോൾഡ് ദ ബോൾ ടാസ്ക് ആണ്. അത് ഏറ്റവും നിമിഷ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാണ് പോയിന്റുകൾ കിട്ടുക. അപ്പോൾ അനീഷാണ് ആദ്യം വന്നത്. അനീഷ് ഇങ്ങനെ വിരലിലൊക്കെ താങ്ങിക്കൊണ്ട് പോവുകയാണ്. അനീഷിൻ്റെ പരിപാടി എങ്ങനെയാണ്, ബിഗ് ബോസ് പറയുകയാണെങ്കിൽ അത് ഉഡായ്പാണെന്ന് സമ്മതിക്കുക, അല്ലെങ്കിൽ അത് ഉഡായ്പല്ല എന്നുള്ള രീതിയിലാണ്. അനീഷ് ഉഡായ്പ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത്, വേറെ ഒരു രീതിയിലും ട്രൈ ചെയ്യുന്നില്ല. ഏതായാലും അത് നടന്നില്ല. അങ്ങനെ ലക്ഷ്മി വരികയാണ്. ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ ഇത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. ലക്ഷ്മി ഫെയിൽഡ്. ആദില നന്നായിട്ട് ചെയ്തു, അബുമൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ യോഗയില്ല. അക്ബർ നന്നായിട്ട് ചെയ്തു, ആര്യൻ 2 മിസ്സാക്കി, എന്നിട്ട് അവസാനം ജയിച്ചു. നൂറ ഫസ്റ്റ് ചാൻസിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അനു നന്നായിട്ട് ചെയ്തു. നെവിൻ ഏറ്റവും നിമിഷ സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നെവിനാണ് ഈ ഒരു ടാസ്ക് 10 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് വിജയിച്ച ആൾ.
ഇതിനുശേഷം അനീഷിൻ്റെ ഒരു ക്രിഞ്ചൻ എക്സ്പ്രഷനുള്ള ഒരു ഫ്രെയിം നിങ്ങൾ കണ്ട് കാണും. ജയിലിൽ തൻ്റെ പേര് നോക്കി നെടുവേർപ്പെടുന്ന അനീഷ്. എന്ത് കോലമൊക്കെയാണ്. ഇതിനുശേഷം ഈ ഒരു പോയിന്റ്, ഇപ്പോൾ കിട്ടിയ പോയിന്റ്, നെവിൻ എവിക്റ്റ് ആയി കഴിഞ്ഞാൽ ഉപകരിക്കില്ല എന്ന് ലാലേട്ടൻ ഓർമ്മപ്പെടുത്തി. അത് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ നെവിൻ പറഞ്ഞു, ഞാൻ അക്ബറിന് കൊടുക്കും, അക്ബറിന് കൊടുക്കും എന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ്. നല്ലൊരു മിടുക്കൻ ചങ്ങായിയാണ് നെവിൻ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ നെവിൻ പറഞ്ഞ കാര്യമുണ്ട്, അക്ബർ നല്ലൊരു മനുഷ്യനാണ്, അക്ബർ എനിക്ക് വേണ്ടി കുറേ സമയങ്ങളിലൊക്കെ നിന്നിട്ടുണ്ട്, അക്ബർ നല്ലൊരു ഗെയിമറാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അങ്ങനെ പോയിന്റ് കൊടുക്കേണ്ടി വന്നില്ല. നെവിൻ സേവ്ഡ് ആണ്. ആര്യന് വലിയ ഡൗട്ടാണ് പോകുമോ പോകാതിരിക്കുമോ എന്നൊക്കെ ഉള്ളത്. ആര്യൻ കളിക്കുന്നത് മറ്റേ കണ്ണും പൂട്ടിയുള്ള കളിയാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എവിക്റ്റ് ആവരുതെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഗെയിമിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ പ്രേക്ഷകനൊന്നും നോക്കാറൊന്നുമില്ല, റിയലായിട്ട് നിൽക്കും. എന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെയാണ് പുള്ളിക്ക് ടെൻഷൻ. അയ്യോ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിൽക്കുമോ പോകുമോ, ആ ഒരു ടെൻഷൻ കുറേ നേരം അവിടെ പ്രകടിപ്പിച്ചു. പക്ഷേ ആര്യൻ സേവ്ഡ് ആണ്. പിന്നെ നൂറയ്ക്കാണെങ്കിൽ ആദ്യം കഴിഞ്ഞ ദിവസം പോയ സമയത്ത് ചെറിയ സങ്കടം ഉണ്ടായിരുന്നു, കൂടുതൽ സങ്കടം വേണ്ട, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഷാനവാസ് സേവ്ഡ് ആണ്. പിന്നീടുള്ളത് അക്ബർ ആൻഡ് ലക്ഷ്മിയാണ്. മാരുതി സുസുക്കി മൂവ്മെൻറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ടാസ്ക് വഴിയാണ്, ഒരു ചെറിയ പ്രൊമോഷണൽ പരിപാടി വഴിയാണ് ഒരാൾ എവിക്റ്റായി പോകുന്നത്. മാരുതിയുടെ വിക്ടോറിയസ് കാറിൽ കയറിയാണ് ഒരാൾ പുറത്തേക്ക് പോകേണ്ടതും പോയ ഒരാൾ തിരിച്ചകത്തേക്ക് വരേണ്ടതും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ 2 പുതിയ കാറുകൾ വന്ന് നിൽക്കുകയാണ്. വിക്ടോറിയസ് എന്ന് പറയുന്ന മാരുതിയുടെ കാറാണ്. മാരുതിയുടെ വണ്ടികളുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഇറങ്ങുന്ന സമയത്ത് വലിയ മെനയൊന്നും കാണുമ്പോൾ നമുക്ക് തോന്നത്തൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാ ആൾക്കാരും എടുത്തെടുത്ത് നമുക്ക് യൂസ്ഡ് ആവും. ഇപ്പോൾ ഈ ഫ്രോങ്സ് എന്ന് പറയുന്ന വണ്ടി, ഞാൻ ചുമ്മാ അഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ അതിങ്ങനെ മറ്റേ ബൈജൻ നായർ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിങ്ങനെയാണ്, ഇത് ബലേനൊന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ ബ്രസയിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സാധനമാണെന്ന്. പക്ഷേ അതിന് നല്ല സെയിലുണ്ട്. അതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ വിറ്റ് പോകുന്ന വണ്ടികളായിരിക്കും ഇവരുടെ വണ്ടി. ഈ വിക്ടോറിയസ് എന്ന് പറയുന്ന വണ്ടിയും പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയില്ല. ഏതായാലും അങ്ങനെ നമ്മുടെ ലക്ഷ്മി പുറത്തേക്ക് പോവുകയാണ്, അക്ബർ തിരിച്ചു വരികയാണ്. വലിയ സന്തോഷം എല്ലാ ആളുകൾക്കും. ലക്ഷ്മി സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് എല്ലാവരോടുമുള്ള ഒരു ദേഷ്യമൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും വിജയാശംസകൾ നൽകുന്നുണ്ട്. നെവിനാണ് ബെസ്റ്റ് പെർഫോമറായിട്ട്, ബെസ്റ്റ് ഗെയിമറായിട്ട് ലക്ഷ്മിയുടെ മൈൻഡിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. വലിയ പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ സീസണെ കുറിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അനീതികൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കുക. ചുമ്മാ വായിക്കാമല്ലോ. നന്ദി.